ഹലോ ഗൈസ്, റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ചെയ്താലോ. ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡും എടുത്തിട്ടുണ്ട്. ഫ്ലവർ ചെയ്യാനായിട്ട് മെറൂൺ കളർ ത്രെഡും ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം തന്നെ ഫ്ലവറിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഹൂപ്പിൽ ക്ലോത്ത് വയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ ഫ്ലവറിൻ്റെ ഔട്ട്ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു ഭാഗത്ത് നിന്നും കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഡിസൈൻ വരച്ചതിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. സ്റ്റിച്ചും വലിയ പ്രയാസമുള്ള സ്റ്റിച്ചൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റിച്ച്. സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടുള്ള ഗ്യാപ്പും അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് ആ ലീഫും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. സാരിക്കൊരു ബോർഡർ ഡിസൈനായിട്ടും കുർത്തയുടെ ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെയും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ